ഒരു ജോഡി ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കായിരുന്നു. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇത് സിനിമയുടെ ഡയലോഗായിരുന്നു. ഇതൊരു സിനിമയിലെ ഡയലോഗ് ഒന്നും, ഇതിന്റെ സ്വന്തം സാധനമാണ്, നല്ല ഫണ്ണല്ലേ. അയ്യടാ എടാ, ഇത് ഓർക്കാപ്പുറത്തെ സിനിമയിലെ ഡയലോഗാണ്. നീ ഇത് കണ്ടിട്ടുണ്ടല്ലേ? എന്നെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഒരു സെറ്റ് യുണീക്ക് പടമാണ്. ആളാണ്. രണ്ട് ഉടായ്പ തന്തേ പോലും. സാധാരണ നമ്മൾ ഇവരുടെ എത്ര കോമ്പോ അച്ഛനും മകനും സീൽ ചെയ്ത് സിനിമ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഒരു കർക്കശക്കാരാണ് അച്ഛനും പിന്നെ ഒരു മോനും നാട്ടിൻ പുറത്തുള്ള. പക്ഷെ ഇത് രണ്ട് ഉടായ്പന്മാര്, ആംഗ്ലോ ഇന്ത്യൻസ്, അച്ഛനും മോനും കോമ്പോ. നല്ല അടിപൊളിയായിരുന്നു. അവന്റെ പണി എന്തായിരുന്നു അതിനകത്ത്? നമ്മുടെ പണി എടാ, അവർ ഈ പഴയ സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയിട്ട് പിന്നെ മറിച്ചു വെക്കുന്നേയും, പിന്നെ ഇതിന്റെ ഇടയ്ക്കുന്നായിരുന്നു അവർക്കൊരു പിയാനോ കിട്ടിയിട്ട് പിന്നെ അതിന്റെ പിറകില് കുറച്ച് അടിയും പിടിയും കാര്യങ്ങളൊക്കെ കിട്ടാപ്പൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ കഥ പോകുന്നത്. ആ അതെ അതെ അതെ, യൂണിക് ആയിട്ടുള്ള ഭയങ്കര ഒരു എൻഗേജിങ് മൂവിയാണ്. അതുപോലെ ലുക്കൊക്കെ പൊളിയായിരുന്നു. പൂച്ചക്കണക്ക് വെച്ചിട്ട് ഫോറിൻ ആക്ടേഴ്സിനൊക്കെ പോലെ ആരെ ലുക്കാണ് കേട്ടോ മോഹൻലാൽ അതില്. അവിടെ പിന്നെ രഞ്ജിത്തിന്റെ അല്ലേ സ്ക്രീൻ പ്ലേ? യെസ്, കമലിന്റെ ഡയറക്ഷൻ. രഞ്ജിത്ത് കമൽ കൂടിയിട്ട് നൈസാണ്. അവന്റെ വേറൊരു പാടമുണ്ട്. അതേത് വേണം? അത് തന്നെ പറയാം. നിന്റെ ആവശ്യം അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ വീട് തപ്പിക്കോളാം.